ഇന്ന് രാവിലെ തൊട്ട് റോഡിൽ ആരെയും കാണുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാരും എവിടെ പോയി? ഇവിടെ ഒന്നും ആരും ഇല്ല. പറപ്പിച്ചു വിടാം. ടോൺ 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 പറപ്പിച്ച് വണ്ടി പോകുന്നില്ലല്ലോ. അയ്യോ 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 ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ അയ്യോ അയ്യോ. ഓ ഭാഗ്യത്തിനൊന്നും തന്നെ പറ്റിയിട്ടില്ല. ഓ എന്തായാലും വേഗം തന്നെ ഒരു സൂപ്പർ കാർ എടുക്കണം. ഈ ബൈക്കും കൊണ്ട് നടന്ന് എന്റെ നടു ഓടിയത്തേ ഉള്ളൂ. അല്ല ഇതെന്താ സംഭവം? കുറെ കാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഓ പുതിയൊരു കാർ ഷോറൂം ഇവിടെ വരുമെന്ന് എന്റെ കൂട്ടുകാരൻ മൈക്കിൾ പറഞ്ഞായിരുന്നു. മിക്കവാറും അതായിരിക്കും ഇത്. കൊള്ളാം കേട്ടോ. ഇവിടെ കുറേയധികം കളക്ഷനൊക്കെ ഉണ്ടല്ലോ. എന്റെ മോനെ ഇതൊക്കെയല്ലേ സിനിമ നടന്മാർ ഉപയോഗിക്കുന്ന കാറൊക്കെ. എന്റെ മോനെ കിടിലൻ കാറ്. ഇതൊക്കെ 1-2 കോടി രൂപയോളം വില വരുന്ന കാറൊക്കെയാ. എന്തായാലും ചേട്ടനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ചേട്ടാ എനിക്ക് ബാക്കി കാറൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ അകത്ത് കയറിയിട്ട്? അതിനിപ്പോ എന്നാ മോൻ കാറ് മേടിക്കാൻ വന്നല്ലേ? മോൻ ഇഷ്ടമുള്ള കാറ് കാണും. അല്ല ഏട്ടാ ഇപ്പം കുറച്ച് ടൈറ്റിലാണേ. നമ്മൾ പിന്നെ വന്നിട്ട് കാറ് മേടിച്ചാൽ മതിയോ? അപ്പൊ നീ ഉടായിപ്പാണല്ലേ. അപ്പൊ ചേട്ടന് കാര്യം മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരൻ കയറി കണ്ടോളാന്നൊക്കെ പറഞ്ഞു. അല്ല ഇത് മറ്റേ മരുഭൂമിക്കൊക്കെ ഓടിക്കുന്ന കാറല്ലേ? വലിയ ടയറൊക്കെ ഉള്ള കാറ്. കിടിലൻ കാറല്ലേ? അല്ല ഇത് മറ്റേ റീൽസിലൊക്കെ വൈറലായ മറ്റേ വിന്റേജ് കാറല്ലേ? ഈ കാറൊക്കെ ഓടിച്ചോണ്ട് പോയാൽ പെമ്പിള്ളേരൊക്കെ നോക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതാ വൈറല്. കൊള്ളാം എന്തായാലും. അല്ല ഈ കാറിന് എത്ര സൈലൻസറാ ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 സൈലൻസറുള്ള കാറാ. എന്റെ മോനെ എടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ കാറൊക്കെ എടുക്കണം. എടാ ഇത് കാറൊന്നും എന്നെ കൊണ്ട് കൂട്ടിയൊക്കെ വിടുന്ന കാറൊന്നുമല്ല. ഇതിന് ടയർ മാറ്റാൻ തന്നെ വേണം 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയോ? ഇവിടെ 50 ലക്ഷം പോയിട്ട് 50 രൂപ പോലും കയ്യിലില്ല. എന്തെങ്കിലും കുഴപ്പമില്ല. വല്ല സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലും പോയിട്ട് ഇതുപോലത്തെ കാറൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്നാ നല്ലത് നമ്മുടെ ട്രവറിന്റെ ഷോറൂമാ. അതിവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ട്രവറിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ട്രവർ ആണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത് നിന്ന് സംസാരിച്ച് നോക്കാം. ഹലോ ഏട്ടാ എനിക്കൊരു സൂപ്പർ കാർ വേണമായിരുന്നേ. വലിയ വിലയുടെ ഒന്നും വേണ്ട, ചെറിയ വിലയുടെ വല്ലതും ഉണ്ടോ? മോനെ നിനക്ക് എത്ര സൂപ്പർ കാർ വേണം ഞാൻ തരാം. നിനക്കാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഏത് കാർ വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡാ. നോക്കാൻ നേരത്ത് കുറേ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ ഇതൊക്കെ സൂപ്പർ കാർ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അല്ല ഇത് മറ്റേ ഓടിയല്ലേ? ഇത് കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പൈസക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. അല്ല ഇത് മറ്റേ ഹമ്മർ കാറല്ലേ? മറ്റേ മരുഭൂമിക്കൊക്കെ ഓടിക്കുന്നേ. എന്തായാലും ഇത് നമ്മൾ ആദ്യം കണ്ട അത്ര സൈലൻസറുള്ള വണ്ടിയുടെ അത്രയൊന്നും വരത്തില്ലെങ്കിലും നോക്കാം വിലയൊക്കെ. അല്ല ചേട്ടാ ഈ വണ്ടിക്ക് എത്ര രൂപയായിരിക്കും ഏകദേശം? മോനെ ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2-3 ലക്ഷം രൂപയാ. ക്രിസ്മസ് ഓഫറൊക്കെ കഴിയുവാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം 1.25 ലക്ഷം രൂപയ്ക്ക് നിനക്ക് കിട്ടും. 1.25 ലക്ഷം രൂപയോ? എൻ്റെ പൊന്നോ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നോ? എന്തായാലും നമ്മളെ അത്രയും പൈസയൊന്നും ഇല്ല കാറ് മേടിക്കാനായിട്ട്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം വരുന്നത്. എന്നേലൊക്കെ നടക്കുമായിരിക്കും. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ആണെങ്കിൽ ഇപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇത് എവിടെ പോയി? ആരും വീടിന്റെ വെളിയിൽ ഇറങ്ങാതായോ? അയ്യോ നമ്മുടെ ഇരിക്കുന്ന സർപ്രൈസ് ഒക്കെ വെറുതെ ആവോ? എന്തായാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ആരെങ്കിലൊക്കെ കാണാതിരിക്കത്തില്ല. പണ്ടത്തെ പോലെ സിറ്റി ഒന്നും ആരും ഡെക്കറേറ്റ് പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്ത് പറ്റിയോ ആൾക്കാർക്ക്? എന്തായാലും കാലം പോയ പോക്കെ. അല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതെവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ സിറ്റിയില്. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ആരെങ്കിലും കാണാതിരിക്കത്തില്ല. എന്തായാലും കുറെ നേരമായി. ഇതിപ്പോ ആരെയും കാണുന്നില്ലല്ലോ. അല്ല ഒരു മനുഷ്യല്ലേ നിക്കുന്നത്? അല്ല ഇവൻ എന്നെ ഇവിടെ നിക്കുന്നേ? അത് ഈ നേരത്ത്? അല്ല മോനെ എന്നെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിക്കുന്നേ? മോന് ഫ്രണ്ട്സ് ആരും ഇല്ലേ? ഇല്ല സാന്റാ പപ്പ ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും. പിന്നാണെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം സാധിക്കാൻ സാധിച്ചില്ല. അതിന്റെ വിഷമത്തല്ല ഞാൻ ഇവിടെ വന്ന് നിന്ന്. മോൻ എന്താഗ്രഹം ഉണ്ടെങ്കിൽ ഈ സാന്റാ പപ്പനോട് പറ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നടത്തി തരാം. അത് പിന്നെ അപ്പൂപ്പ ഓൻ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നടത്തി തരാം. അത് പിന്നെ അപ്പൂപ്പ ഞാനാണെങ്കിൽ ഇന്നൊരു കടയിൽ പോയായിരുന്നു. ഒരു കാർ ഷോറൂം. അവിടെ വെച്ചാണെങ്കിൽ അവിടുത്തെ ഒരു കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു ലക്ഷറി കാർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹം ഒരു ലക്ഷറി കാർ മേടിക്കണം എന്നുള്ളത്. അത് അവിടെ വെച്ച് എനിക്കൊന്ന് തോന്നി മേടിക്കാൻ. അതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പം നമ്മളെക്കൊണ്ട് താങ്ങാവുന്നതിൽ അപ്പുറത്തുള്ള വിലയാണ്. എടാ ഇത് കാറൊന്നും എന്നെ കൊണ്ട് കൂട്ടിയൊക്കെ വിടുന്ന കാറൊന്നുമല്ല. ഇതിന് ടയർ മാറ്റാൻ തന്നെ വേണം 50 ലക്ഷം രൂപ. അയ്യേ മോനെ നീ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ? മോനെ ഇങ്ങനത്തെ കാര്യമൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കാനാണെങ്കിൽ വിഷമിച്ചിരിക്കാനേ നേരം കാണത്തുള്ളൂ. നമ്മളിതിനു വേണ്ടി പോരാടണം, പരിശ്രമിക്കണം. എന്നാ മാത്രമേ കിട്ടത്തുള്ളൂ. എങ്കിൽ പോലും നിന്റെ ആഗ്രഹമല്ലേ? ഈ വർഷം തീരുന്നതിന് മുമ്പ് നിനക്ക് ആ കാറ് വേണമെന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും സാന്റാപ്പൂപ്പൻ നിനക്ക് വേണ്ടി ആഗ്രഹം സാധിച്ചു തരാം. നാളെ രാവിലെ നീ എണീക്കുമ്പോൾ നിന്റെ വീടിന് മുമ്പിൽ ആ കാർ ഉണ്ടായിരിക്കും. ഇതെന്റെ വാക്കാ. സാന്റാപ്പൂപ്പ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ?
ഈ പറഞ്ഞ സത്യമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു ലക്ഷറിക്കാരാകുമല്ലേ. ആ സാന്റാപ്പ ഒരുപാട് സന്തോഷമായി സാന്റാപ്പ. എന്നാൽ ശരി മോനെ, എനിക്ക് പോകാൻ സമയമായി. ഇനി അടുത്ത ക്രിസ്മസിന് കാണാം. എന്തായാലും മോൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. അടുത്ത ക്രിസ്മസിന് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സമ്മാനങ്ങളുമായി സാന്റാപ്പൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇതിപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചേ? സാന്റാപ്പനല്ലേ നമ്മുടെ ഫ്രണ്ടിൽ വന്നേ? അല്ല, ഇനിയിപ്പോൾ ഞാൻ വല്ല സ്വപ്നവും കണ്ടതാണോ? ഏയ്, സ്വപ്നം കണ്ടാവാൻ വഴിയില്ല. കാര്യങ്ങളൊക്കെ ഷിൻചാനോടൊക്കെ പറഞ്ഞാൽ ഷിൻചാനൊന്നും വിശ്വസിക്കത്തിക്ക് കൂടിയില്ല. ആ എന്തായാലും നാളെ രാവിലെ ആവട്ടെ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു ലക്ഷറി കാറിൻ്റെ ഓണറാവും. ആ എന്തായാലും ലക്ഷറി കാർ നമുക്ക് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. സ്കൂളിൻ്റെ ടൂർ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രാങ്ക്ലി മാമൻ ഇതെവിടെ പോയി? എത്ര നേരം സ്കൂളിൻ്റെ അവിടെ നിന്നെന്നോ? പിന്നാണെങ്കിൽ ഞാനങ്ങ് നടന്നു വന്നു. അല്ല, ഇതാരീ പുതിയ കാർ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടത്? ഇനി അപ്പുറത്തെ വീട്ടുകാരെല്ലാം പുതിയ കാർ വീണിച്ചിട്ട് അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് കൊണ്ടല്ലോ എന്നിട്ടതാണോ? ഇതേതീ കാറ്? ഇവിടുന്ന് കണ്ടിട്ടില്ലല്ലോ ഈ സൈസ് കാറൊന്നും. അല്ല, ഇത് നല്ല ലക്ഷറി കാറല്ലേ? ഓ, ഇതിന് എത്ര സൈലൻസറാ? 1 2 3 4 5 6 7 എണ്ണം. ഹോ, എനിക്ക് വയ്യ. ഇതുപോലത്തെ കാറൊക്കെ നമ്മളൊക്കെ ഇനി എന്നാണോ മേടിക്കാൻ പോകുന്നത്? നല്ല കിടിലൻ കാറല്ലേ? ഹോ, കാണുമ്പോൾ തന്നെ എൻ്റെ രസമാ. ഫ്രാങ്ക്ലോമൻ എന്നാ ഉറക്കവാ? ഓ, ഈ ഉറക്കം കാരണമാണെന്ന് തോന്നുന്നു എന്നെ ടൂറിൻ്റെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരാഞ്ഞത്. ആ അതെല്ലാം കുഴപ്പമില്ല. ഫ്രാങ്ക്ലി മാമ എണീക്ക്. എന്താടാ ഷിൻചാനെ, നിനക്ക് വയ്യേ? എന്താടാ നീ ഇത്ര രാവിലെ എന്നെ കിടന്ന് വിളിക്കുന്നത്? അല്ല, നീ ടൂർ പോയിട്ടിപ്പോ വന്നു? ആ ബെസ്റ്റ്. അല്ല ഫ്രാങ്ക്ലി മാമ, ഈ കിടക്കുന്ന കാർ ആരുടെയാ? നമ്മൾ വല്ല പുതിയ കാർ മേടിച്ചോ? ഏത് കാറ് ഷിൻചാനെ? ഇതാരുടെ കാറാ? അല്ല, ഇന്നലെ ഞാനപ്പ കണ്ടത് സ്വപ്നമല്ല. അപ്പൊ സാന്റ ശരിക്കും എന്നോട് വിഷ് ചോദിച്ചതാണോ? ദൈവമേ, ഇത് ശരിക്കും ഉള്ളതായിരുന്നോ? കുറച്ച് പൈസ മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് എത്ര കാറ് വേണമെങ്കിലും മേടിക്കാമല്ലോ. ആ എന്തായാലും കിട്ടിയതാവട്ടെ. ഹോ, ഞാൻ എത്ര നാൾ കാത്തിരുന്ന കാറാണെന്നോ. ഞാനാണെങ്കിൽ ഷോറൂമിൽ ചോദിച്ചിട്ട് പോലും ഇതിന് ടയറിന് 50 ലക്ഷം ആണെന്ന് പറഞ്ഞ് അവന്മാരെ കളിയാക്കി വിട്ടതാ. എന്തായാലും അവന്മാരെ കാണിക്കാൻ ഒരു പോക്ക് പോകണം അങ്ങോട്ട്. എന്തായാലും നമുക്ക് പോകാം. അപ്പൊ ഫ്രാങ്ക്ലി മാമൻ പറഞ്ഞു വരുന്നത് ഫ്രാങ്ക്ലി മാമന് ഗിഫ്റ്റ് തന്നതാണ് ഈ കാർ എന്നാണോ? ഷിൻചാനെ, സാന്റാ ക്ലോസിനോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ ഒരു കാറ് വേണമെന്ന്. അപ്പൊ സാന്റ പറഞ്ഞു ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നിനക്ക് ഒപ്പിച്ചു തരാന്ന്. അങ്ങനെ കിട്ടിയതാ എനിക്ക് ഈ കാറ്. എൻ്റെ മോനെ, എത്ര നാളത്തെ ആഗ്രഹമായിരുന്നെന്നോ. കിടിലൻ കാറ്. ഫ്രാങ്ക്ലി മാമ പെതുക്കെ പോ, എനിക്ക് പേടിയാവുന്നു ഫ്രാങ്ക്ലി മാമ. പേടിക്കാതെ ഷിൻചാനെ, ഇത് നമ്മൾ ഇനി എന്നും പോകേണ്ടത് ഈ കാറേല. എന്തായാലും ഈ കാറ് മറ്റുള്ള കാറിനേക്കാളും ഭയങ്കര സേഫ്റ്റിയാ. എന്തായാലും ഷിൻചാനെ, നിനക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാന്നോ? കിടിലൻ വണ്ടി മാമ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മതി എനിക്ക്. എന്തായാലും കുറെ നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. അതെ മാമ, മാമന്റെ കുറെ നാളത്തെ ആഗ്രഹമല്ലായിരുന്നു ഇതുപോലത്തെ ഒരു കാറ്. എന്തായാലും കിട്ടിയല്ലോ. എന്തായാലും എനിക്കിനി ചെലവ് വേണം. ചെലവില്ലാതെ ഒരു പരിപാടിയില്ല. അപ്പൊ ഏത് ഹോട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത് അടുത്തേ?